ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡേ ടു ഡേ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുറച്ച് വെജിറ്റബിൾസും ചോളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോളത്തിൻ്റെ ഇതിൻ്റെ ഈ ഇലകളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ ചോളത്തിൻ്റെ ഇലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ചോളം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് മണി ഇങ്ങനെ കത്തിയോണ്ടോ ഏനും കൂടെ ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചോളം ആവിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടാറിയ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മാത്രം മതിയാവും. ഒരു കൂടുതൽ എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു ഒനിയൻ ഇതുപോലെ ഒരു വലിയ ഒനിയനാണ് എടുത്തത്. അത് പൊടിയായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു റോ സ്മെല്ലും മാറി കിട്ടിയാൽ മതി. കൂടുതലായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അല്ലി അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് അത് അരി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റ് അതും നമ്മൾ പൊടിയായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് ഒരു വലിയ തക്കാളി. അത് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അതൊരു മണത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്കിട്ട എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്കിട്ട വെജിറ്റബിൾസ് എല്ലാം ഞാൻ 1 മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ സമയത്തൊന്ന് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് തീ വെക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചോളം. അപ്പോൾ ചോളം കുക്ക് ചെയ്ത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ ഇനി കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ആക്കിയത് 2-3 ആൾക്ക് കഴിക്കേണ്ട കുറച്ച് സാലഡാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തീയൊന്നും ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ മസാലപ്പൊടിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചി ചതച്ചതും ചെറിയ കഷ്ണം 2-3 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് അതിൻ്റെ പേരിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രാത്രി ചോറ് കഴിക്കാത്തവർക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ രാത്രി ചോറ് കഴിക്കാത്തവർക്കും ചോറ് ഇഷ്ടമല്ലാത്തവർക്കും എല്ലാം ഈ ഒരു സാലഡ് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ? ഒരു പണിയുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. ഈ ചോളം ഒന്ന് വേവിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ചെറുനാരങ്ങ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ പുളിക്ക് പകരമാണ് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടത് കേട്ടോ. കണ്ടില്ലേ? വളരെ നല്ല ടേസ്റ്റുള്ളൊരു സാലഡാണിത്.
അപ്പോൾ ആ ചോളം ഇത് നമ്മൾ തിന്നുമ്പോൾ തന്നെ ആ ചോളത്തിൻ്റെ ഒരു ചെറിയൊരു മധുരവും എല്ലാം കൂടി ആ തക്കാളിയുടെ പുളിപ്പും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റുള്ളൊരു സാലഡാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് കൂടിയാണിത്. ഇതാ, അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.